ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വേറിട്ട പ്രതിഷേധം എറണാകുളത്ത്. ചാക്കൊടുത്ത് ചാരം പൂശി ഇതപരിന്തം ഉണ്ടായിട്ടില്ലാത്ത ഒരു പരിഹാര പ്രതിഷേധ റാലി. പുരാതന സർപ്പത്തിനെതിരെ പാതാളത്തിൽ നിന്നുള്ള നിലവിളി. തലപ്പത്തുള്ളവർക്ക് തലയിൽ വെളിവുണ്ടാകാനുള്ള ഒരു ആഹ്വാനം. പഴയ നിയമത്തിലെ യോനാ പ്രവാചകന്റെ പുസ്തകത്തില് 3-ാമത്തെ അധ്യായം 5 മുതൽ 9 വരെ വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. നിനേവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു, പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനേവെ രാജാവിൻ്റെ അടുക്കലെത്തി. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം മാറ്റി ചാക്ക് പുതച്ച് ചാരത്തിലിരുന്നു. അവൻ നിനവേയിലെങ്ങും ഒരു വിളംബരം ഘോഷിച്ച് പരസ്യം ചെയ്തു. രാജാവിൻ്റെയും മഹാത്മാക്കളുടെയും ആജ്ഞയാണിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ യാതൊന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്. മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്ക് പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തരും താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ കയ്യിലിരിപ്പായ അക്രമവും വിട്ടുപേക്ഷിച്ച് മനം തിരിയണം. ദൈവം വീണ്ടും അനുതപിച്ച് നാം നശിച്ചു പോകാതിരിക്കുന്നതിന് അവിടുത്തെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം? പണ്ട് ഞാൻ മാസ്റ്റേഴ്സും ഡോക്ടറേറ്റൊക്കെ ചെയ്യുന്ന കാലയളവിൽ ഞാൻ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പം അന്ന് എന്നോട് പഠിപ്പിക്കാൻ പറഞ്ഞ ചില വിഷയങ്ങൾ, ഒന്ന് ഗ്രീക്ക് പഠിപ്പിക്കുക, മറ്റൊന്ന് ഉപമങ്ങളെക്കുറിച്ച്, പിന്നെ കർത്താവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച്, പിന്നെ ഒന്ന് പറഞ്ഞത് ഷോർട്ട് സ്റ്റോറീസ് ഇൻ ദ ബൈബിളിലെ ചെറുകഥകൾ. അങ്ങനെ തന്ന ചെറുകഥകളിൽ ഒന്ന് യോനാ പ്രവാചകന്റെ കഥയായിരുന്നു. ഈ പല പണ്ഡിതന്മാരും വിചാരിക്കുന്നത് യോനയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്ന സംഭവങ്ങളല്ല, പ്രത്യേക ഒരു കഥാരൂപത്തിൽ, ചെറുകഥയുടെ രൂപത്തിൽ ഒരു സന്ദേശം കൊടുത്തിരിക്കുകയാണ് എന്നാണ്. വാസ്തവത്തിൽ അങ്ങനെയൊന്നും അല്ല. അതിനകത്ത് കുറെ അതിശയോക്തിയൊക്കെ ഉണ്ട്, പക്ഷെ നടന്ന സംഭവം തന്നെയാണ്. പക്ഷേ അതിൽ അതിശയോക്തി കാണുമ്പോൾ ഇതൊക്കെ ഒരു കഥയാണ്, ചെറുകഥയാണ്, നടന്നിരിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ തോന്നാം. ആ തോന്നല് മാറുകയാണ്. ശരിക്കും നടന്ന സംഭവമായിരിക്കാനാണ് സാധ്യത എന്ന് ഇന്നലെ എറണാകുളത്ത് തെളിഞ്ഞു. കാരണം ശരിക്കും അക്ഷരശ ഇത് സംഭവിച്ചു. ഒരു 100-ലധികം പേര്, 200-ൽ താഴെ ആളുകൾ, 100-ലെ മേലുണ്ടാവുമായിരിക്കും, അത്രയും പേര് ചാക്ക് വസ്ത്രം എടുത്ത്, അതിൽ ചിലര് ശരിക്കും ചാക്ക് വസ്ത്രം തന്നെ ധരിച്ച്, ചിലര് വസ്ത്രത്തിന് മേലെ ചാക്കൊടുത്ത് ഒരു പരിഹാര റാലി നടത്തുകയുണ്ടായി. അപ്പൊ നമുക്ക് തോന്നുകയാണ് ചാക്കൊടുത്ത് ഈ നിനവേ നിവാസികൾ ചെയ്തതുപോലെ ഒരു വലിയ പ്രായശ്ചിത്തം, ഒരു പരിഹാരം അത് സാധിക്കും, സംഭവിച്ചിരിക്കാം എന്ന് തെളിയുകയാണ്. മാത്രമല്ല, അന്ന് ഈ നിനവേ നിവാസികൾ, ആ പട്ടണത്തിലെ തലസ്ഥാന നഗരിയിലെ ആളുകൾ ചെയ്തു. ഈ നിനവേ തലസ്ഥാനമായിരുന്നു. നിന എന്ന വാക്കിന് മത്സ്യം, തിമിംഗിലം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നിനിവേ. അപ്പോൾ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന നിനിവേ പട്ടണം. ഇപ്പം നമുക്ക് എറണാകുളം പട്ടണത്തിൽ അത് ചെയ്തെന്ന് പറയുമ്പോൾ നിനിവേ പട്ടണത്തിൽ ചെയ്തതും നമുക്ക് ഒരു സാമ്യമുണ്ടാകുകയാണ്. അങ്ങനെ നിനിവേ നിവാസികൾ ചെയ്തപ്പോൾ അവിടുത്തെ രാജാവിന് ചെവിയിൽ അതെത്തി. രാജാവ് സിംഹാസനത്തിൽ എഴുന്നേറ്റ് രാജവസ്ത്രം മാറ്റി ചാക്ക് പുതച്ച് ചാരത്തിലിരുന്നു. അത് 2-ാം ഘട്ടമാണ്. 3-ാം ഘട്ടം അങ്ങോരൊരു രാജാവ് ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. അതായത് ഉപദേശക്കാരുടെ അടക്കം തീരുമാനമാണ്, രാജാവിൻ്റെയും മഹാത്മാക്കളുടെയും ആജ്ഞ. അപ്പോൾ മറ്റുള്ളവർ ചോദിച്ചിട്ടാണ് രാജാവ് ആജ്ഞയിട്ടത്. മനുഷ്യനും മൃഗങ്ങളും കന്നുകാലിയും ആടും യാതൊന്നും ഭക്ഷിക്കരുത്, മേയരുത്, വെള്ളം കുടിക്കരുത്, അവരും ചാക്ക് പതിച്ച് ചാരത്തിൽ ഇരിക്കണം. എന്തിനു വേണ്ടി എന്ന് രാജാവ് പറഞ്ഞു? ഓരോരുത്തരും താൻ്റെ ദുർമാർഗം ഉപേക്ഷിക്കണം. പിന്നെ തൻ്റെ കയ്യിലിരിപ്പായ അക്രമം വിട്ടുപേക്ഷിച്ച് മനം തിരിയണം. ഈ അൽമായ മുന്നേറ്റക്കാർക്ക് തോട്ടുപുറവച്ചനെ അടിച്ച് നിരപ്പാക്കാൻ പോയിട്ടുള്ളവർക്ക്, അരമന കയ്യേറിയിട്ടുള്ളവർക്ക്,
വാസിൽ പിതാവിന് കുപ്പിയെറിഞ്ഞവർക്ക്, ആഭിചാര കുർബാന അർപ്പിച്ചവർക്ക്, ഇങ്ങനെ അക്രമത്തിന്റെ മാർഗം, തങ്ങളുടെ കയ്യിലിരിപ്പായി അക്രമം വിട്ടുപേക്ഷിച്ച് പിന്തിരിയാനുള്ള ഒരു ശ്രമമായിട്ടാണ്. ദൈവത്തിന് ഒരു അനുതാപം ഉണ്ടായി നാം നശിച്ചു പോകാതിരിക്കുന്നതിന് അവിടുത്തെ ഉഗ്രകോപം വിട്ടുമാറുകയില്ലെന്ന് ആർക്കറിയാം? ഇതാണ് രാജാവ് പറഞ്ഞത്. പുതിയ നിയമത്തില് ഇല്ലേ ഒരു അടയാളം കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ യോനാ പ്രവാചകന്റെ അടയാളം മാത്രമേ കർത്താവ് കൊടുത്തുള്ളൂ കൂടി ഓർക്കണം. പുതിയ നിയമത്തിലെ യോന യേശുക്രിസ്തുവാണ്. അപ്പോൾ യോന 3 ദിനരാത്രങ്ങൾ ഭൂമിക്കുള്ളിലായിരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 ദിനരാത്രങ്ങൾ ഭൂമിക്കുള്ളിലായിരിക്കും എന്നൊരൊറ്റ അടയാളമേ തരൂ എന്ന് യോനാ പ്രവാചകന്റെ അടയാളം എടുത്തിട്ടാണ് പുതിയ നിയമത്തിലേക്ക് കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, 100-ലേറെ സത്യവിശ്വാസികൾ ചാക്കൊടുത്ത് ചാരം പൂശി പരിഹാര പ്രദക്ഷിണമായി ബസലിക്കയിലേക്ക് പോയി പള്ളിയകത്ത് കയറി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ അവകാശമായ, തങ്ങളുടെ അവകാശമായ സഭയുടെ കുർബാന നിഷേധിക്കുന്നവർക്കെതിരെയുള്ള ഒരു പ്രതികരണമാണിത്. സഭയുടെ കൂടെ നിൽക്കുന്നുവെന്ന് പറയുകയും പിന്നിലൂടെ പാര വയ്ക്കുകയും ചെയ്യുന്ന ചിലരുടെ തടസ്സവാദങ്ങളെയും കുതന്ത്രങ്ങളെയും മറികടന്ന് ഈ തീരുമാനമെടുക്കാൻ സഹായിച്ചത് അഡ്വക്കേറ്റ് ജോയ് സാറാണ്. ഈ പരിഹാര പ്രതിഷേധ പ്രാർത്ഥന റാലിക്ക് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ടോം സാറ്, ജൂലി മാഡം, മിസ്റ്റർ ജോസ്ബി എബ്രാഹാം എന്നിവർക്കും ഇതിനു വേണ്ട എല്ലാ സാമ്പത്തിക പിന്തുണയും കൊടുത്ത ജോസ് മണവാളൻ സാറിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഈ പ്രായശ്ചിത്ത പ്രതിഷേധ പ്രാർത്ഥനാ പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത എല്ലാവരുടെ മേലും ദൈവം സമൃദ്ധമായ കൃപ ചൊരിഞ്ഞിരിക്കുന്നു. വാസ്തു നാം എന്താണ് ചെയ്തത്? തിമിംഗിലം യോനായെ വിഴുങ്ങിയതുപോലെ നമ്മെ ആ പാമ്പ്, പുരാതന സർപ്പം വിഴുങ്ങിയിരിക്കുകയാണ്. യോനായെ പോലെ നാം ഇപ്പോൾ പാതാളത്തിലാണ്. തിമിംഗിലം വിഴുങ്ങിയപ്പോൾ പാതാളത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട യോന അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അതേ വിലാപ പ്രാർത്ഥനയാണ് ഇന്നലെ നമ്മുടെ അധരങ്ങളിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും ഉയർന്നത്. യോനയുടെ പ്രാർത്ഥന എന്തായിരുന്നു? മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് യോന തന്റെ ദൈവമായ യാഹ്വേയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യാഹ്വേയോട് നിലവിളിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് ഞാൻ അലമുറയിട്ടു, അങ്ങ് എൻ്റെ നിലവിളി കേട്ടു. അങ്ങ് എന്നെ സമുദ്രമധ്യേ ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞു, പ്രവാഹം എന്നെ ചുറ്റുവളഞ്ഞു. അങ്ങയുടെ ഓളങ്ങളും തിരമാലകളും എൻ്റെ മുകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ നീക്കം ചെയ്തിരിക്കുന്നു. എങ്കിലും അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. വെള്ളം പ്രാണനോളം എന്നെ വലയം ചെയ്തിരിക്കുന്നു. ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു. കടൽ പുല്ല് എൻ്റെ തലപ്പാവായിരിക്കുന്നു. പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഞാൻ ഇറങ്ങി. ഭൂമി അതിൻ്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചുപൂട്ടി. അങ്ങാകട്ടെ എൻ്റെ ദൈവമായ യാഹ്വേ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ മരവിച്ച് പോയപ്പോൾ ഞാൻ യാഹ്വയെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങേ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയുടെ അടുക്കലെത്തി. മിഥ്യാബിംബങ്ങളെ പൂജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാദത്തോടെ അങ്ങേക്ക് യാഗമർപ്പിക്കും. നേർന്നിരിക്കുന്ന നേർച്ചകൾ ഞാൻ നിറവേറ്റും. രക്ഷ യാഹ്വയുടെ പക്കൽ നിന്ന് വരുന്നു. മിഥ്യാബിംബങ്ങളെ പൂജിക്കുന്നവർ തങ്ങളോട് ദയ കാണിച്ചവനെ ഉപേക്ഷിച്ച് പോകുന്നു. ജനാഭിമുഖ കുർബാന ചൊല്ലുന്നവരെ കുറിച്ച് അത് ചേരും അവർക്ക്. ഈ പ്രാർത്ഥനയിലൂടെ പല ലക്ഷ്യങ്ങൾ നാം വരിച്ചിരിക്കുന്നു. നാം ആ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ഏത് കൊലകൊമ്പന്മാർ പൗരസ്ത്യ സുറിയാനി കൽദായ കത്തോലിക്ക സഭയായ സീറോ മലബാർ സഭയ്ക്ക് എതിരെ നിന്നാലും ആ സഭയുടെ ഭാഗമായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ താമസിയാതെ ഈ സഭയുടെ രീതി അനുസരിച്ചുള്ള കുരിശുവര ആചരണം നിർമ്മല തിങ്കളാഴ്ച എന്ന തിങ്കളാഴ്ച തന്നെ ആയിരിക്കും. സീറോ മലബാർ സഭയുടെ മറ്റ് 34 രൂപതയിൽ നടക്കുന്നത് പോലെ തന്നെ എറണാകുളത്ത് നടക്കും. അത് നടക്കുന്നത് വരെ സത്യവിശ്വാസികള് വിവിധ തരത്തില് ഇങ്ങനെ പ്രാർത്ഥനയും പ്രതിഷേധവും ഒക്കെ ആയിട്ട് നിൽക്കും. അതുകൊണ്ട് അവർ പിൻവാങ്ങുകയില്ല. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയും മുട്ടു കുത്തിച്ചിട്ടേ സത്യവിശ്വാസികൾ പിൻവാങ്ങും.
അത് വൈരാഗ്യം കൊണ്ടല്ല, ഈ എറണാകുളം അങ്കമാലി അതിരൂപത നശിച്ചു പോകാതിരിക്കാൻ. 2, പൗരസ്ത്യ സുറിയാനി കൽതായ കത്തോലിക്ക സഭയായ സീറോ മലബാർ സഭയുടെ ഒരു യൂണിറ്റായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ പിന്തുടരുകയരുത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതിനാൽ അവരുടെ ഇല്ലിസിറ്റ് കുർബാനിൽ പങ്കെടുക്കാതെ കച്ചേരിപ്പടിയിലെ സാൻജോസ് കോൺവെന്റിൽ അർപ്പിക്കപ്പെട്ട സഭ അംഗീകരിച്ച ഏകീകൃത കുർബാനയിൽ പങ്കെടുത്തവരാണ് ചാക്കൊടുത്ത് ചാരം പൂശി തീർത്തും വേറിട്ട പ്രായശ്ചിത്തവും പ്രതിഷേധവുമായി സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്നും ഹൈക്കോർട്ട് കവല മറൈൻ ഡ്രൈവ് വഴി അതിരൂപതയുടെ ആസ്ഥാനത്തേക്ക് വിഭൂതി ഗാനം ആലപിച്ച് പ്രദക്ഷിണമായി വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതപരിന്തം ഉണ്ടാകാത്ത ഒരു സമര രീതിയായിരുന്നു ഇത്. വേറിട്ട ഒരു രീതി. പ്രാർത്ഥനയും പ്രതിഷേധവും വിലാപവും എല്ലാം ചേർന്ന ഒരു രീതി. പഴയ നിയമത്തിൽ യോനായുടെ കാലത്തുണ്ടായ അതേ കാര്യം ഇപ്പൊ നമ്മുടെ കാലത്ത് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ അതിരൂപതയുടെ ആസ്ഥാനമായി അരമനയുടെ മുമ്പിൽ വെച്ച് ബൈബിളിൽ നിന്നുള്ള വേദവായന നടത്തിയതിനു ശേഷം ബസിലിക്കയിൽ പ്രവേശിച്ച സത്യവിശ്വാസികൾ പ്രാർത്ഥനയും അനുതാപ കീർത്തനങ്ങളും ചൊല്ലി. പിന്നെ ഉപവാസ ദിനമാണല്ലോ, അപ്പൊ ചെറിയൊരു ഭക്ഷണം കഴിച്ച് ഉപവാസം അവസാനിപ്പിച്ചു. ഈ പ്രാർത്ഥനയും ഉപവാസവും സ്വർഗത്തിലെത്തുന്നതോടെ വിമതരുടെ ധിക്കാരം മാത്രമല്ല, അവരെ ചേർത്ത് പിടിക്കുന്നവരുടെ ഇരട്ടത്താപ്പും അവിടെ മാലാഖമാര് രേഖപ്പെടുത്തും. പ്രവൃത്തികൾക്ക് അനുസരണം ശിക്ഷയോ രക്ഷയോ നൽകുന്ന കർത്താവ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. കർത്താവിന്റെ തീരുമാനം എന്തെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കർത്താവിൽ ശരണപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.